H-1B വിസയിൽ കടുംപിടുത്തം വിട്ട അമേരിക്ക. അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് വിസ പുതുക്കുന്നതിന് $1 ലക്ഷം കെട്ടിവെക്കേണ്ട എന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻസ് സർവീസസിന്റെ നിർദ്ദേശം. പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഭീമമായ വിസ ഫീസ് ബാധകമാകൂ. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് വിവരം? അഭിലാഷ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം H-1B വിസയിൽ ഇപ്പോൾ രാജ്യത്തിനകത്ത്, അതായത് അമേരിക്കയിൽ ജോലി ചെയ്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിസ പുതുക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന $1 ലക്ഷം എന്ന അധിക ഫീസ് നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ രാജ്യത്തിന് പുറത്തുനിന്ന് പുതിയതായി അപേക്ഷിക്കുന്നവർക്കാണ് ഈ $1 ലക്ഷം എന്ന പുതിയ ഫീസ് വർധന ബാധകമാകൂ. അവർക്ക് വേണ്ടിയിട്ടാകും അവർക്ക് ജോലി നൽകുന്ന കമ്പനികൾ ഈ ഒരു ഭീമമായ തുക അമേരിക്ക കെട്ടിവെക്കേണ്ടി വരിക. അതായത് ഡൊണാൾഡ് ട്രംപ് അന്ന് തന്നെ പ്രധാനമായും പറഞ്ഞതാണ്, അതായത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ ധാരാളമായി അമേരിക്കയിൽ എത്തുന്നു. അത് കാരണം തന്നെ അമേരിക്കയിലുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് ജോലി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതലും അമേരിക്കക്കാർക്ക് അമേരിക്കയിൽ തന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2024 അടക്കം നിരവധി ഏതാണ്ട് 1.5 ലക്ഷത്തോളം വിസ അനുവദിച്ചതിൽ അതിൽ 70% വിസ ഇന്ത്യക്കാർക്കാണ് H-1B വിസ കിട്ടിയിരുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കിയിരുന്ന ഒരു വാർത്തയാണ് അന്ന് പുറത്തു വന്നത്. അതായത് രാജ്യത്തിനകത്ത് നിന്നവരായാലും അവിടെ ജോലി ചെയ്യുന്നവരായാലും വിസ പുതുക്കുമ്പോൾ അതിന് $1 ലക്ഷം അധികമായി വലിയ ഫീസ് അടയ്ക്കണമെന്നുള്ള ഒരു നിലപാടാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിൽ രാജ്യത്തിനകത്ത് താമസിക്കുന്നവർക്ക് വിസ പുതുക്കുന്നതിന് ഈ അധിക ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, 2024 1,41,000 വിസകളാണ് അന്ന് അമേരിക്ക അനുവദിച്ചതെങ്കിൽ അതിൽ 54% അമേരിക്കയ്ക്കകത്തുള്ള വിദേശ പൗരർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഏറിയ പങ്കും H-1B വിസയും അമേരിക്കയ്ക്കകത്ത് ഉള്ളവരാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം അങ്ങനെയാണെങ്കിൽ വലിയ ശതമാനം ആളുകൾക്കും പുതിയതായിട്ടുള്ള ഈ ഉയർന്ന ഫീസ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ വലിയ പങ്കും, ഈ 54% പേരിലും വലിയ പങ്കും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്ന സമയത്ത് വിലയിരുത്തപ്പെട്ടതുപോലെ അത്ര വലിയൊരു തിരിച്ചടി ഇന്ത്യക്കും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിലാഷ് രാധാകൃഷ്ണൻ നൽകിയത്.